അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് പപ്പായ എന്ന് പറഞ്ഞാൽ വല്ല ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല. അപ്പം നല്ല ഫലമുള്ള സാധനങ്ങൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ശരിക്കും നല്ല നല്ല സാധനങ്ങളാക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെത്തിയിട്ടൊന്ന് വട്ടത്തിൽ നോക്കി കഷ്ണാക്കിയെടുക്കണം. അപ്പോൾ ഞാനിതൊക്കെ ചെത്തി നോക്കി കഷ്ണാക്കട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പോലെ എല്ലാം വട്ടത്തിനാക്കിയിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ കട്ടിയിലിട്ടാൽ മതി. ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. കുക്കറിലൊന്നും ഇടരുത്. ഇതേപോലെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക. പല കർമ്മൂസൻ്റെ വേവും പലതാവും. ചിലത് പെട്ടെന്ന് വേവും, ചിലത് പെട്ടെന്ന് വേവാകാതിരിക്കും. അപ്പോൾ അത്യാവശ്യമൊക്കെ വന്നാൽ മതി. ഒരു 3/4 വേവായാൽ മതി. അല്ലെങ്കിൽ നമ്മൾ മുക്കി പൊരിച്ചെടുക്കുമ്പോൾ അത് ശരിക്കും ഉള്ളിൽ വേവാതിരിക്കും. കുറച്ച് സമയത്ത് വേവിച്ചെടുക്കണം. നമുക്കതൊന്ന് വെന്തോ നോക്കാം. പാകത്തിന് വെന്തിട്ടുണ്ടോ? 3/4 വേവ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് കുറച്ച് 2 മിനിറ്റ് കൂടി ഇങ്ങനെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത്ര മതി. ഇനി അതിങ്ങനെ വാർത്തെടുക്കുക. അതെല്ലാം ഞാൻ വാർത്തെടുത്തതാണ്. നല്ല ചൂടുണ്ട്. ഇനി അതവിടെ വെക്കുക. അടച്ചൊന്നും വെക്കണ്ട, അതേപോലെ വെച്ചാൽ മതി, അല്ലെങ്കിൽ വേറും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, പൂ, ഏലക്കായ പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് അതിൽ തിരുമ്മിയിട്ട് അവിടെ വെക്കുക. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി വേണമെന്നൊന്നുമില്ല. ഇത് ശരിക്ക് പിന്നെ മാവിൽ മുക്കി പൊരിക്കാനുള്ളതാണ്. അപ്പോൾ മഞ്ഞളായാൽ അത് കാണുമൊന്നുമില്ല. എന്തായാലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് എല്ലാം അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ അടച്ച് വെക്കുക. ഒന്ന് എല്ലാം പിടിച്ച് കിട്ടിക്കോട്ടെ. മുളക് പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ അതിൻ്റെ മേലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുക. ഒരു 1/2 മണിക്കൂർ അവിടെ വെക്കുക. അപ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവാക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, കറിവേപ്പില, മല്ലിച്ചപ്പ്, 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി കൊത്തി അരിഞ്ഞ് കിട്ടണം. പിന്നെ അതിലേക്ക് കടലപ്പൊടിയും മൈദപ്പൊടിയും വേണം മാവ് തയ്യാറാക്കാൻ. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് ശരിയാക്കി എടുക്കണം ആദ്യം. അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത്, ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് 250 ml കപ്പിന് 1/2 കപ്പ് കടലപ്പൊടി, ഒരു 3/4 കപ്പ് മൈദപ്പൊടിയാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ബാക്കി ഞാൻ അരിഞ്ഞ് വെച്ച എല്ലാ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ക്യാരറ്റ്, സവാള അതൊക്കെ ഇട്ടിട്ട് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് മാവാക്കി കുഴച്ചെടുക്കുക. സാധാരണ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ചുടുവെള്ളം ഒഴിക്കണ്ട. ഇതേപോലെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേ കുറച്ച് കുറുകിയിട്ടാവണം കേട്ടോ. കുറുകി എടുക്കണം. അതേ പാകത്തിൽ കുറുകിയെടുക്കുക. ഇനി ഇതൊക്കെ അതിൽ മുക്കിയിട്ട് ഇങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാം. ആദ്യത്തെ കർമൂസ വേവിച്ച് വെച്ചതാണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് അങ്ങനെ ഇട്ടിട്ട് ഓരോ ഭാഗം മറിച്ചിട്ടിട്ട് അങ്ങനെ പൊരിച്ച് കോരിയെടുക്കാം. കുറച്ച് കുറുകി കിട്ടുമ്പോൾ നല്ലോണം മാവൊക്കെ കൈമ പിടിച്ച് കിട്ടും. ഇനി മറ്റേതും അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക.
എല്ലാതും പൊരിച്ച് പോരിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, ആ പപ്പായൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. ആദ്യം പുഴുങ്ങിയതല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വെന്ത്, അല്ലെങ്കിൽ ഇങ്ങനെ വേവൂല. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികളൊക്കെ ഇങ്ങനെ ചോദിക്കണമൊന്നുമില്ല, കർമൂസ കൊണ്ടാണ് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു. ആദ്യം വലിയതായിട്ട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, ഈ ഞങ്ങൾക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു. ഏതായാലും പൊരിച്ചിട്ട് കൊടുത്തു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം തിന്നുന്നുണ്ട് കേട്ടോ. ആദ്യം വേണ്ട പറഞ്ഞ് ഇപ്പോൾ ഒരിക്കൽ വേണത്രേ. അപ്പോൾ ഏതായാലും ഒരു കൊടുത്തു. ഒരിക്കൽ കൊടുത്തോണ്ട് സമാധാനമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് കർമൂസ കണ്ടപ്പോൾ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും എല്ലാം ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഓരോന്ന് കൊടുത്തു. ഇനി ഞാൻ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.